السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് മഹാനവറുകളോട് ചോദിച്ചു, എനിക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകണം. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. എന്നെ ഗുണദോഷിച്ച് നന്മയുടെ വഴി നടത്തണം. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, കം അത്തത് അലൈക്, നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, 60 സന, 60 വയസ്സായിട്ടുണ്ട്. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ഫഅൻത മുൻദു 60 സന തസിറു ഇലാ റബ്ബിക തൂഷികു അൻ തബ്ലുഗ, 60 വർഷക്കാലമായി നീ അല്ലാഹുവിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ അടുത്തിരിക്കുന്നു, നിന്റെ മരണം ഏകദേശം അടുത്തിട്ടുണ്ട് എന്ന്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അമറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിന്റെ ദൈർഘ്യം, ആയുഷ്കാലം ശരാശരി 60-70 ഇടയിലാണ്. അപ്പൊ 60 വയസ്സായ മനുഷ്യനാ ഒന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഏകദേശം അല്ലാഹുവിനെ കണ്ടുമുട്ടാറായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാറടുത്തിട്ടുണ്ടോ, എത്ര വർഷമായി എന്നതിനെ കുറിച്ച്. ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയും പുതിയൊരു വർഷം ആഗതമാവുകയും ചെയ്യുന്ന ഏറ്റവും അസുലഭമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു നമുക്ക് വരുന്ന ഹിജ്റ വർഷം ആയുരാരോഗ്യത്തോടെ, ആഫിയത്തോടെ അല്ലാഹു ദീർഘായുസ്സ് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഓരോരുത്തരും ജനിച്ചത് മുതൽ ഖബറിലേക്കുള്ള ഓട്ടത്തിലാണ്. ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് എന്നറിയില്ല. ഈ പ്രസംഗിക്കുന്ന ഞാനാണോ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണോ ആദ്യം അവിടെ എത്തുക എന്നറിയില്ല. 10 വയസ്സായ കുട്ടി ചിലപ്പോൾ മരിച്ചു പോകാറുണ്ട്. 110 വയസ്സായ വാപ്പ വീട്ടിലുണ്ടാവും. വാപ്പാക്കൊന്നുമില്ല, വാപ്പ വളരെ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടാവും. 10 വയസ്സായ കുട്ടിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അല്ലാഹു നേരത്തെ വിളിച്ചു കൊണ്ടുപോയി ആദ്യം ഫിനിഷ് ചെയ്തത് ആ കൊച്ചുമോനായി പോയി എന്നത്. നല്ല ആരോഗ്യമുള്ള, ആയുരാരോഗ്യമുള്ള, എല്ലാം ചെയ്യാൻ തയ്യാറുള്ള, മനക്കരുത്തുള്ള, കായബലമുള്ള മനുഷ്യൻ, അവനൊരു പക്ഷേ പൊടുന്നനെ മരിച്ചു വീഴുന്നു. ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ട് വെന്റിലേറ്ററിലായി ജനങ്ങൾ എല്ലാവരും കാണാൻ പോകുന്ന എല്ലാവരും പറയാൻ, അദ്ദേഹം മരിച്ചു കിട്ടിയാൽ അതായിരുന്നു ഏറ്റവും ഹൈറ് എന്ന് ആളുകൾ അദ്ദേഹത്തെ നോക്കി പറഞ്ഞിരുന്ന പലരും. അതങ്ങനെ കിടക്കുന്ന 9-10 വർഷമായി ഒരു മരണം എന്നത് അദ്ദേഹത്തിന് വരുന്നേയില്ല. അപ്പൊ കൊതിച്ചവർക്കല്ല വരുന്നത്, അല്ലാഹു വിധിച്ചവർക്കാണ് വരുന്നത്. ആരാണ് അവിടെ ഫിനിഷ് ചെയ്തെത്തുന്നത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഖബർസ്ഥാനിൽ ഒരു റിസർവേഷന്റെ ബോർഡില്ലാത്തത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് പ്രവേശനം എന്നില്ല അവിടെ, അല്ലെ? ചിലയിടങ്ങളിലൊക്കെ കാണാം 18 കഴിഞ്ഞവർക്ക്, 20 കഴിഞ്ഞവർക്ക്, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, അങ്ങനെയൊക്കെ കാണാം റിസർവേഷൻ ബോർഡുകൾ. പക്ഷേ ഇവിടെ റിസർവേഷൻ ബോർഡില്ല. ഏത് സമയത്തും ആർക്കും കയറി വരാം. പാതിരാത്രിയും വരാം, പകലോന്റെ വെളിച്ചത്തിലും വരാം. ആർക്കും കയറി വരാനുള്ള ഒരിടമാണ്. ഏത് സമയത്തും കയറി വരാനുള്ള ഇടമാണ്. ആർക്കും ഒരു റിസർവേഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഹിജ്റ വർഷം കഴിഞ്ഞു പോകുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മിൽ നിന്ന് ഒരേട് കൂടെ പിരിഞ്ഞു പോവുകയും പുതിയ ഏട് നമ്മിലേക്ക് തുന്നിച്ചേർക്കുകയും ചെയ്യുകയാണ്. ഒരു വർഷം ഒഴിഞ്ഞു പോവുകയാണ്, ഒരു ഇല പൊഴിഞ്ഞു വീഴുകയാണ്, ഒരു താട് മറിക്കപ്പെടുകയാണ്.
എന്ന ഒരു ബോധം നമുക്ക് വേണം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കൗണ്ട് ഡൗൺ ആണ്. നമ്മൾ ജീവിച്ച് ഈ ലോകത്തേക്ക് പിറന്ന് വീണത് മുതൽ പിന്നീട് കൗണ്ട് ഡൗൺ ആയി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പാസ്പോർട്ടിലോ നമ്മുടെ ഐഡന്റിറ്റി കാർഡിലോ നമ്മൾ വയസ്സ് പറയുന്നിടത്തോ നമ്മളൊക്കെ ഇത്ര വയസ്സായി എന്ന് 10 വയസ്സായി, 20ആയി, 30ആയി, 40ആയി എന്നിങ്ങനെ കൂട്ടി പറയുന്നു എന്നത് അതൊരു സ്വാഭാവികമായ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഖബറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ചിന്ത വരേണ്ടത്. പടച്ച റബ്ബേ, ഞാൻ എന്നാണ് വിളിക്കപ്പെടുന്നത്? അല്ലാഹുവേ, എന്റെ വിളിയാളം എന്നാണ്? എപ്പോഴാണ് ഞാൻ പോകേണ്ടത്? ഏത് സന്ദർഭത്തിലാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വിളിക്കുക എന്ന ഒരു ബോധം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അതാണ് ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ എത്തിയ ആ മനുഷ്യനോട് നിങ്ങൾ ഏകദേശം മരണത്തോട് അടുത്തുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മനുഷ്യൻ പറയാൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് ഞാൻ മടക്കപ്പെടുന്നുവല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു അപകടമുണ്ടാകുമ്പോ, പ്രയാസം വരുമ്പോ, വിഷമമുണ്ടാകുമ്പോ, മരണവാർത്ത കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാറുള്ളത്. ആ വാക്ക് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തിയ മനുഷ്യൻ ഉച്ചരിച്ചപ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാ തഖൂലു വമാ തഫ്സീറു, നീ പറഞ്ഞത് എന്താണെന്നും അതിന്റെ വിശദീകരണം എന്താണെന്നും നീ ആലോചിച്ചുകൊണ്ട് തന്നെയാണോ ഇത് പറഞ്ഞത്? നീ പറഞ്ഞതിന്റെ ആകത്തുകയും അന്തസത്തയും ഉൾക്കൊണ്ടുകൊണ്ടാണോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ സന്ദർഭത്തിൽ അതാ മനുഷ്യൻ പറയാണ്, എനിക്കറിയാവുന്ന ബാഹ്യമായ അർത്ഥം ചിന്തിച്ചു തന്നെയാ ഞാൻ പറഞ്ഞത്. എന്നാൽ അതിന്റെ ആന്തരികമായ അർത്ഥം നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആത്മജ്ഞാനിയായവരാണ്, ആത്മീയ ലോകത്തെ പർദീസുകളിൽ വിരാജിക്കുന്നവരാണ്, സദാസമയം അല്ലാഹ് എന്ന ചിന്തയിൽ മുഴുകി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരൂ. മഹാനവർകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ അനലില്ലാഹി അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വ അന ഇലല്ലാഹി റാജിഉൻ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങി പോകാനുള്ളവനാണ്. ഫമൻ അലിമ അന്നഹു അബ്ദുല്ലാഹ് വ അന്നഹു ഇലൈഹി റാജിഉൻ ഫൽയഅലം ബിഅന്നഹു മൗഖൂഫ്. മോനെ, നീ അറിയേണ്ട ഒരു കാര്യം, നീ അല്ലാഹുവിന്റെ അടിമയാണ്, പടച്ചോനുള്ളതാണ്, പടച്ച റബ്ബ് വിളിക്കുമ്പോൾ പോകാനുള്ളതാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ളതാണ് എന്ന ബോധ്യം കൂടി നീ അറിയണം. നാളെയുടെ ലോകത്ത് റബ്ബിന്റെ മുന്നിൽ നിന്ന് നിർത്തപ്പെടും എന്ന ബോധ്യം നിനക്കുണ്ടാവണം. വമൻ അലിമ ബിഅന്നഹു മൗഖൂഫ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന ബോധ്യമുണ്ടെങ്കിൽ ഫൽയഅലം ബിഅന്നഹു മസ്ഊൽ. എന്തിനാണ് അല്ലാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടുന്നത്? എന്തിനാണ് കോടതിയിൽ കയറ്റുന്നത്? എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്? എന്തിനാണ് വിളിക്കുന്നത്? നമ്മളെ ചോദ്യം ചെയ്യാൻ, നമ്മോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ആ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിർത്തിയിട്ടുള്ളത് എന്ന ബോധ്യം വേണം. അപ്പൊ ഇവിടെ നിന്ന് മരിച്ചു പോകാനുള്ളതാണ്, എന്തെന്നും ഇവിടെ ജീവിക്കാനുള്ളതല്ല എന്ന മനോഗതിയാണ് നീ ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ നാളെയുടെ ലോകത്ത് പടച്ച റബ്ബിന്റെ അടുക്കൽ നിർത്തപ്പെടുമെന്ന ബോധ്യം നിനക്ക് വേണം. അവിടെ ചെന്നാൽ വെറുതെ സ്വർഗത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുകയില്ല. ഇവിടെ ജീവിക്കുന്ന ഓരോ സമയത്തെ കുറിച്ചും സെക്കൻഡിനെ കുറിച്ചും അല്ലാഹുവിനോട് തെര്യപ്പെടുത്തേണ്ടി വരും, അല്ലാഹുവോട് ഉത്തരം നൽകേണ്ടി വരും. ആരെങ്കിലും നാളെയുടെ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യമുള്ളവനാണെങ്കിൽ അല്ലാഹു ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. ഈ മറുപടി എന്ന് കേട്ടപ്പോൾ ഇയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. 60 വർഷം എന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയല്ലോ. നമ്മളിങ്ങനെ ആലോചിക്കാം, നമുക്ക് എത്ര വർഷമായി, എത്ര വയസ്സായി? ഓരോരുത്തരും ചിന്തിക്കണം. ഈ അവസാന സന്ദർഭത്തിൽ 1447 എന്ന മുഹറമിനെ നമ്മൾ സ്വീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ
ഓരോരുത്തരും ചിന്തിക്കണം, ആലോചിക്കണം. എന്റെ ആയുസ് എത്രമാത്രം കഴിഞ്ഞുപോയി, ഞാൻ ഖബറിലേക്ക് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, ഫമൽ ഹീല, ഇനി പരിഹരിക്കാൻ എനിക്ക് എന്റെ മുന്നിൽ വല്ല മാർഗവുമുണ്ടോ? എനിക്ക് എങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമോ? അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം അങ്ങൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, യസീറത്തുൻ, അത് വളരെ സിമ്പിളാണ്. ഇനി നിനക്കുള്ള ഒരു മാർഗമുണ്ട്. ആ മാർഗം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മാർഗമാണത്. തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മദാ വമാ ബഖിയ ഫഇന്നക ഇൻ അസർത ഫീമാ ബഖിയ ഉഖിദ്ത ബിമാ മദാ വമാ ബഖിയ. മഹാനവറുകൾ പറയാൻ, തുഹ്സിനു ഫീമാ ബഖിയ, ശേഷിക്കുന്ന കാലം അതെത്രയാണ് എന്ന് നമുക്കറിയൂല. ചില ആളുകളൊക്കെ പറയുമ്പോ 40 കഴിഞ്ഞു പോയി, 50-60 വർഷക്കാലൊക്കെ അങ്ങനെ കഴിഞ്ഞു, ഇങ്ങനെ തന്നെ പോവാ എന്നതല്ല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ അഹ്സന ഫീമാ ബഖിയ, ഒരു മനുഷ്യനൊരു ബോധോദയം ഉണ്ടായി 60 വയസ്സാകുമ്പോഴാണ് അയാൾക്ക് ബോധോദയം ഉണ്ടാകുന്നത്. പഠിച്ചാൽ ഇങ്ങനെ പോയാൽ പോരല്ലോ, 60 ആയാലും മറ്റേ എൻഡിലാണ് കിട്ടുന്നത്. ഒന്ന് നന്നാവണം എന്ന ഒരു ചിന്ത ഒരു മനുഷ്യന് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ ചിന്ത കൊണ്ട് തന്നെ അവൻ നന്നാകുന്നതിലൂടെ അവന് ഗതകാലത്ത് കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുകയും ശേഷിച്ചു വരാനുള്ള ജീവിതത്തിൽ വല്ല അപക്വമായ ഇടപെടലും അവനിൽ നിന്ന് സംഭവിച്ചാൽ പൂർണ്ണമായും അല്ലാഹു തആല അത് തുടച്ചു നീക്കുകയും ചെയ്യുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം. ومن أساء فيما بقي أخذ بما مضى وما بقي. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, 60 വയസ്സായി 40 വയസ്സായി ഇതുവരെയൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ, ഇപ്പൊ അത് പോട്ടെ, ഇപ്പൊ കുറച്ചല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതമെങ്കിൽ നേരത്തെ അവൻ ചെയ്ത തെറ്റുകളൊന്നും അല്ലാഹു പൊറുത്തു കൊടുക്കൂല എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന തെറ്റുകളും അതും അല്ലാഹു പൊറുക്കില്ല എന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വർഷം അവസാനിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമ്മിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്ത എത്ര വയസ്സായിട്ടുണ്ടോ എന്നതല്ല, എന്റെ വയസ്സ് എപ്പോഴാണ് അവസാനിക്കുക എന്ന് എനിക്കറിയൂല. നമ്മളൊക്കെ പല വിധങ്ങളായ സാധനങ്ങൾ വാങ്ങുന്നവരാണ്, പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവരാണ്, വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ചെന്ന് ഷോപ്പിംഗ് നടത്തുന്നവരാണ്. ഷോപ്പിംഗ് മാളിൽ ചെന്ന് ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ വില കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതിനെത്ര ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ചോദിക്കും അല്ലേ? ചോദിക്കുന്ന നമ്മൾക്കും തരുന്ന അയാൾക്കും വാറണ്ടി ഇല്ല. അയാൾ തന്നിട്ട് അടുത്ത വർഷം നമ്മൾ കേടുപാട് വന്ന് ഇതൊന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ അയാളെ കാണുന്നില്ല, ചോദിക്കാണ്, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ, അല്ല ജിമ്മിനൊക്കെ പോകുന്ന 6 പാക്ക് ഉള്ളവനായിരുന്നല്ലോ, എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ പറയുന്നത് ഖബറിലെത്തി എന്നാണ്. അപ്പൊ ആരാണ്, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്നറിയില്ല. അതല്ലേ വിമാനം പറന്നകലുകയാണ് പ്രതീക്ഷകളോടുകൂടെ. ഹൈദരാബാദിൽ നിന്ന് പറന്നകന്ന വിമാനം അതാ കുറച്ച് സമയമാകുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്നു. അല്ലാഹു നമ്മെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. 200-300 യാത്രക്കാരുമായി പോകുന്ന വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു, ട്രെയിനുകൾ കൊണ്ടിയിടിക്കുന്നു, പല വിധങ്ങളായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേർക്കുനേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരാവാ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു നല്ല നാട് വന്നിട്ട് നേരാവല് നോക്കാർക്കും ഉണ്ടാവില്ല. അത് ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യഅതി അലൈക്കും സമാനുൻ, നിങ്ങൾക്കൊരു കാലം വരൂല, ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻ, നേരെ കഴിഞ്ഞുപോയ കാലത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ വരാനുള്ള കാലം അതിഗുരുതരമായിരിക്കും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കുമെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ കഴിഞ്ഞ വർഷം നടന്നതിലേറെ പുതിയ പുതിയ വിഷയങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഓരോരുത്തരും സഞ്ചരിക്കേണ്ടി വരിക എന്ന് മാത്രമല്ല, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ സമാൻ,
കാലം ദ്രുതഗതിയിൽ സഞ്ചരിക്കും, അതിശീഘ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വളരെ സ്പീഡായിരിക്കും നമ്മുടെ കാലം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ മുഹറം എപ്പോഴാണ് കഴിഞ്ഞത്? എത്ര പെട്ടെന്നല്ലേ മുഹറത്തിൽ. നബി തങ്ങൾ എന്നിട്ട് വിശദീകരിക്കുകയാണ്, ഒരു വർഷത്തിന്, ഒരു മാസത്തിന്റെ മേനിയെ നമുക്ക് നൽകാൻ കഴിയും. നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഒരു മാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരാഴ്ച പോലെയാണ്. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മള് എന്താ വിഷയം പറഞ്ഞത്? നമ്മളെ ഇസ്രായേലിന്റെ അക്രമം എന്നൊക്കെ പറഞ്ഞത് ഒരാഴ്ച ആയപ്പോ അല്ലെ? ചില ആളുകൾ ഒരാഴ്ച കഴിഞ്ഞോ, വെള്ളിയാഴ്ച ആയല്ലോ എന്നിങ്ങനെ ജനങ്ങൾ ചോദിക്കും. നബി തങ്ങൾ പറയാണ്, തീർന്നില്ല. ഒരാഴ്ച നമുക്കൊരു ദിവസം പോലെ ഫീൽ ചെയ്യുകയും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ഫീൽ ചെയ്യും. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരം കത്തിയാളുന്ന തീ പോലെ ഒന്നിങ്ങനെ തീ പന്തങ്ങൾ ചിലപ്പോൾ കത്തുന്ന സമയത്തൊന്നിങ്ങനെ കൂടുതൽ ഹൈ വോൾട്ടേജിൽ വരുമല്ലോ, അതുപോലെ ഒന്നിങ്ങനെ കത്തി മിന്നി കത്തുന്നത് പോലെ നിമിഷം പോലെ നമുക്ക് അനുഭവപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ ഇനി നന്നാവാൻ വേണ്ടി ഒരു സമയം, ഒരു ദിവസം ഒന്നും മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിലില്ല. നമ്മളാണ് നന്നാവണം എന്ന ചിന്ത വേണം. നന്നാവണം എന്ന ഒരു ചിന്ത വേണം. ആ ചിന്തയുടെ തുടക്കം ഏതാണെന്നറിയോ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ്. പുതിയ ഒരു വർഷം വരുമ്പോൾ, പടച്ചോനെ, കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് ഒരുപാട് അപാകതകൾ വന്നുപോയി, ഈ വർഷം മുതൽ ഞാൻ നന്നാവാണ് എന്ന് പറഞ്ഞ് ഒരു തൗബ നസൂഹായ തൗബ ചെയ്യണം. ഖുർആൻ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിയില്ല, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ നിങ്ങൾ ചെയ്യണമെന്ന് ശുദ്ധ ഖുർആൻ. ചില വിചാരിച്ച് റമദാൻ വരുമ്പോൾ മാത്രം ചെയ്യാനാണ് തൗബ. ചില 27-ാം ലെവലിൽ മാത്രം അങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ്, പ്രത്യേക വിഭാഗത്തിന്റെ പേരാണ് തൗബ എന്നല്ല. ഏത് തെറ്റും നമുക്ക് വന്നാൽ അത് തെറ്റാണ്, എന്നിൽ നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലായാൽ ഉടനടി തൗബ ചെയ്യണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏത് തെറ്റ് ചെയ്തവനാണെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒളിച്ചോടരുത്. അല്ലാഹ് എന്നോട് കാരുണ്യം കാണിക്കൂല എന്ന മനോഭാവത്തോടെ നിങ്ങൾ ജീവിക്കരുത്. എനിക്ക് അല്ലാഹു പുറത്തു തരും, തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരും എന്ന മനസ്സോടെ തൗബ ചെയ്യണം. അപ്പൊ പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്, തൗബ ചെയ്തുകൊണ്ടാണ്. മറ്റൊന്ന് ആത്മപരിശോധന നടത്തലാണ്. ഒരു ആത്മപരിശോധന നടത്താം. ഒരു ബിസിനസ് നടത്തുന്ന ആള് ഒരു വർഷം കഴിയുമ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ നടത്തും. ഈ വർഷം എനിക്ക് ഏത് സാധനം വിറ്റപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത്, ഏതാണ് ഡെഡ് സ്റ്റോക്ക് ആയി നിൽക്കുന്നത്, എവിടെയാണ് എനിക്ക് മൈനസ് പോയിന്റ് വന്നത്, ഏതാളെ നിശ്ചയിച്ചപ്പോഴാണ് എന്റെ ബിസിനസ് പടർന്നു പന്തലിച്ചത്, ആരുടെ പെരുമാറ്റം കൊണ്ടാണ് എന്റെ ബിസിനസ് ഡല്ലായി പോയത്. ഇതൊക്കെ അങ്ങനെ നല്ല സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന ഒരു മനോഭാവം ഒരു നല്ല ബുദ്ധിമാനായ ബിസിനസ്സുകാരനുണ്ട് എങ്കിൽ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ അല്ലാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണയ്ക്ക് വിധേയമാവണം. വസിനുഹാ ഖബ്ല അൻ തുസനു. വസിനുഹാ ഖബ്ല അൻ തുസനു. അല്ലാഹു നിങ്ങളുടെ അമലൊക്കെ തൂക്കി നോക്കുന്നതിന് മുമ്പ് എന്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം നമ്മളൊരു ത്രാസിലിട്ട് തൂക്കി നോക്കണം. അപ്പൊ ഈ ഒരു വർഷം തന്നെ നമ്മള് കഴിഞ്ഞു പോകുമ്പോ പഠിച്ചേ, ഞാൻ കഴിഞ്ഞ വർഷത്തിന്റെ അവസ്ഥ എന്താ, എന്റെ ജമാഅത്തുകൾ എങ്ങനെയുണ്ട്, എന്റെ നിസ്കാരം എങ്ങനെയുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് കൊടുക്കേണ്ട സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ, ഞാൻ സ്വതക്കകളൊക്കെ നൽകിയിട്ടുണ്ടോ, അല്ലാഹുവിനോട് ചെയ്തു തീർക്കാനുള്ള ബാധ്യതയൊക്കെ തീർത്തിട്ടുണ്ടോ, പടച്ച റബ്ബുമായുള്ള കണക്ഷനൊക്കെ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ പുതിയ തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളണം, പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ ദീനീപരമായ തീരുമാനങ്ങൾ. ഇനി നിസ്കാരം ഒന്നും എന്നിൽ നിന്ന് ഖളായി പോകില്ല. ആർക്കെങ്കിലും ഖളായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഖളാവില്ലാത്ത തീരുമാനം. നിസ്കരിക്കാനൊക്കെ കറക്റ്റ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഒരു വക്തെങ്കിലും ഞാൻ പള്ളിയിൽ നിസ്കരിക്കും, ജമാഅത്തിന് മക്കളെടുത്തിട്ട് തീരുമാനിക്കും. എന്നങ്ങ് തീരുമാനിക്കണം. നാളെ എന്ന് കരുതണ്ട, ഇന്ന് തന്നെ, ഇന്ന് അശ്റഫല്ലേ, അങ്ങ് തീരുമാനിക്കണം, തീരുമാനങ്ങൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കറക്റ്റ് ജമാഅത്തിനൊക്കെ വരുന്ന ആളാണെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് തീരുമാനിക്കണം.
സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആദ്യം തഹജ്ജുദ് ചെയ്യാൻ തുടങ്ങും, ദുഹാ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പുതിയ പുതിയ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. സാമൂഹികമായ തീരുമാനങ്ങൾ എടുക്കണം. സാമൂഹിക ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ചുകൊണ്ട് തിരുത്തണം. ഉമ്മയോടുള്ള ബന്ധം, ജ്യേഷ്ഠാനുജന്മാരോടുള്ള ബന്ധം, അയൽവാസികളോടുള്ള ബന്ധം വിശാലമാണ്. അതൊക്കെ അവിടെയൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചേർക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറുതെ ഇടപെട്ടതാണ് പ്രശ്നമായിരുന്നു. വെറുതെ ഒരു വാക്ക് സംസാരിച്ചതാണ് അവിടെ കുഴപ്പമുണ്ടായത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഈ വർഷം എടുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ വൈയക്തികമായി നമ്മുടെ സ്വഭാവങ്ങളിലുള്ള ദുശീലങ്ങൾ, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണം. ഹറാമാണ് എന്ന് മനസ്സിലായി ഒന്നിലേക്ക് നമ്മൾ പോകരുത്. സിനിമ കാണൽ നിർത്തണം. സിനിമ കാണുന്നവരാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഇനി സിനിമ കാണുന്നില്ല തീരുമാനമെടുക്കണം. ഓരോ വർഷം വരുമ്പോഴും മാറാനുള്ളതാണ്. കള്ള് കുടിക്കുന്നവൻ ഞാൻ ഇനി കള്ള് കുടിക്കുകയില്ല. പലിശ ഉപയോഗിക്കുന്നവൻ പലിശയുടെ ഇടപാടുമായി ഞാൻ ഇനി ബന്ധപ്പെടില്ല. അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയണം. അതാണ് പുതിയ വർഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നല്ല തീരുമാനം എടുത്തുകൊണ്ട് അതിൽ മുന്നേറാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അല്ലെ. തുടക്കം നന്നായാൽ പകുതി ജീവിതത്തിന് തുല്യമാണ്. തുടക്കം നന്നായാൽ പകുതി ജീവിതത്തിന് തുല്യമാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ചിലര് മുഹറമാഗതമായ 10 ദിവസം ഒന്നും ചെയ്യൂല. അങ്ങനെയാണ് ചില ആളുകൾ. അങ്ങനെ പാടില്ല. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 10 ദിവസം പിന്നെ കല്യാണം. അപ്പൊ നിങ്ങൾ നോക്ക്, ഓഡിറ്റോറിയങ്ങളൊക്കെ ഒഴിവായിരിക്കും. ഈ 10 ദിവസം ആയിരിക്കും കല്യാണത്തിന് ഡേറ്റ് കിട്ടും. കല്യാണം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ പാല് കാഴ്ച നടത്താൻ പാടില്ല അല്ലെ. അതുപോലെ യാത്ര പുറപ്പെടാൻ പാടില്ല 10 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. എല്ലാ നന്മകളും ചെയ്യണം. നന്മകൾ മുടക്കുന്നവരാവാൻ നമ്മൾ പാടില്ല. നന്മകൾ മുടക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശഹറുല്ലാഹിൽ മുഹറം, മുഹറമിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്, മുത്തനബി പരിചയപ്പെടുത്തി തന്നത് തന്നെ ശഹറുല്ലാഹിൽ മുഹറം എന്നാണ്. ശഹറുല്ലാഹ് അല്ലാഹുവിന്റെ മാസം എന്നാണ്. മുഹറം എന്നാൽ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. ആ പവിത്രമായ മാസത്തിൽ ആദ്യ ദിവസങ്ങൾ തന്നെ നന്മയോട് തുടങ്ങണം. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ദലു സിയാമി ബഅദ റമദാൻ ശഹറുല്ലാഹിൽ മുഹറം. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു അമലാണ് നോമ്പ് നോൽക്കുക എന്നത്. അത് തുടങ്ങേണ്ട എപ്പോഴാണ്? നമ്മൾ മുഹറം തുടങ്ങിയാൽ 1 മുതൽ 10 വരെ നോമ്പ് അനുഷ്ഠിക്കൽ വലിയ സുന്നത്താണ്. മുഹറം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. 1 മുതൽ 10 വരെ നമ്മൾ മുഅക്കദായ സുന്നത്താണ്. അതിൽ 9ഉം 10ഉം 11ഉം പ്രത്യേകം സുന്നത്താണ്. പിന്നീട് ഞാൻ വഴിയ വിഷയങ്ങളൊക്കെ പറയാം, ചുരുക്കുകയാണ്. അപ്പൊ എല്ലാം മാറ്റി നിർത്തുന്ന ഒരു സിസ്റ്റം ഒന്നും വേണ്ട. ചിലപ്പോ കല്യാണങ്ങളും നമ്മുടെ പാലികാഴ്ചയൊക്കെ മാറ്റി നിർത്തുന്നത് ഒരു പക്ഷേ നോമ്പുകാരായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയൂലല്ലോ എന്ന ഒരു നന്മ കൊണ്ട് മുൻകാലത്ത് ആരെങ്കിലൊക്കെ മാറ്റി നിർത്തിയെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. അതല്ലാതെ ആ ദിവസം നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അയാളുടെ വിശ്വാസത്തിന്റെ തകരാറാണത്. അങ്ങനെ വിശ്വസിച്ചുകൂടാ. മഹാനായ ശാഫിഈ ഇമാം പറഞ്ഞില്ലേ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. ശാഫിഈ ഇമാം പറയാണ്, നഈബു സമാനനാ വൽ ഐബു ഫീനാ. നമ്മളൊക്കെ കാലത്തെ കുറ്റം പറയുന്നു, കഷ്ടക്കാലത്ത് പറയുന്നു അല്ലേ. ഈ 10 ദിവസം ഒന്നിനും പറ്റൂലോ, എല്ലാം ദുഷ്ടഗുണമാണെന്ന് പറയുന്നു. വൽ ഐബു ഫീനാ, നമ്മുടെയാണ് ഐബ് മുഴുവന്നത്. സുബഹി നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് ഓനാണ് ഈ ദിവസത്തിന്റെ പ്രശ്നങ്ങൾ നോക്കുന്നത്. ഉസ്താദ് എന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. സുബഹി പോലും നിസ്കരിക്കാൻ വന്നിട്ട് ഓന്റെ വിഷയത്തെ കുറിച്ചല്ല അവൻ നോക്കുന്നത്, കാലത്തിന്റെ വിഷയത്തെ കുറിച്ചാണ്. പ്രശ്നങ്ങൾ നോക്കാൻ പറയാൻ കാലത്തിനൊരു കുഴപ്പമില്ല. അവ തിരുത്തേണ്ടതൊക്കെ നമ്മൾ തിരുത്തി നല്ലവരായി നല്ല ഒരു ജീവിതം എനിക്ക് വേണമെന്ന് നല്ല മനസ്സോടുകൂടെ അടുത്ത വർഷത്തെ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.